ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് സുരേഷൻ്റെയും സുമതിയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാണ് മൂവിയുടെ പേര്. രതീഷ് ബാലകൃഷ്ണ പുതുവാളാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. മുൻ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും അതുപോലെ തന്നെ എന്നാൽ താൻ കേസ് കൊടുത്ത രണ്ട് ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഓരോ വ്യക്തികളോടും ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ചിലരോട് ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയ ചിത്രങ്ങളായിരിക്കും ഈ രണ്ട് ചിത്രങ്ങളും, ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കാം. കാരണം അപ്പോൾ രതീഷ് ബാലകൃഷ്ണ പുതുവാളെന്നും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ ചിത്രം ഇറങ്ങുമ്പോൾ, അതായത് നത്താൻ കേസ് കൊടുത്ത ചിത്രത്തിൻ്റെ സ്പിൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ആ പ്രതീക്ഷ വെച്ച് ഞാൻ ചിത്രം കാണാൻ വേണ്ടി ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് എത്രമാത്രം ഒരു സംതൃപ്തി കിട്ടിയെന്നൊക്കെ നമ്മൾ ഈ വീട്ടിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നത്താൻ കേസുകൾ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ അതിലെല്ലാ കഥാപാത്രമില്ല, ചില കഥാപാത്രങ്ങളുടെ ഉള്ള കഥാപാത്രങ്ങളും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും അതിന് പറയുന്നത്. അപ്പോൾ രജീഷ് മാധവനും അതുപോലെ തന്നെ ചിത്ര നായരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ വന്നിട്ടുള്ളത്. ഇവരെ കൂടാതെ കുഞ്ചാക്കോബൻ അതുപോലെ തന്നെ സുധീഷ്, ജീനി ജോസഫ് തുടങ്ങിയ പ്രധാന താരങ്ങളെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നാൽ താൻ കേസുകളിലെ പല കഥാപാത്രങ്ങളും ഇതിലും വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ താരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് നമ്മൾ കണ്ണിൽ വെച്ച് മലയാള ചിത്രത്തിൽ ഇത്രയേറെ താരങ്ങളുള്ള ചിത്രം വേറെ ഉണ്ടാവില്ലെന്ന് കണ്ടപ്പോൾ തോന്നുന്നു. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഇത്രയേറെ കഥാപാത്രങ്ങളും അത്യാവശ്യം തന്നെയാണ്. കാരണം അതിൽ പുതുമുഖമാണെങ്കിലും അല്ലെങ്കിൽ പഴയ താരങ്ങളാണെങ്കിൽ പോലും അവർക്ക് കൊടുത്തുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഇന്ന കഥാപാത്രം വേണ്ടിയിരുന്നില്ല തോന്നുന്നില്ല. കാരണം ഓരോ കഥാപാത്രങ്ങൾക്കും അവരേതായ ഒരു പക്വത അല്ലെങ്കിൽ അവരേതായ ഡീസൻ്റ് ആയിട്ടുള്ള പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മോശമായിട്ട് ആരും ചെയ്തിട്ടില്ല. അവരുടെ കഥാപാത്രം വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എൻ്റെ സ്റ്റോറി നോക്കിയാൽ നത്താൻ കേസ് കൂടുതൽ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു, സുരേഷനും അതുപോലെ സുമതിയും. നമുക്കറിയാം ടീച്ചറും ഓട്ടോ ഡ്രൈവറുടെ ഒരു പ്രണയകഥ അവരെ നത്താൻ കേസുകൾ ഒരുപാട് ചിരിപ്പിച്ചതാണ്. അപ്പോൾ ആ രണ്ട് വ്യക്തികളുടെ ആ പ്രണയത്തിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളും അതിന് ശേഷം നടന്നുള്ള കാര്യങ്ങളും അതിനിടയിലുള്ള കാര്യങ്ങളാണ് ആ ചിത്രത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് ഭാഗം ചേർത്തിരിക്കുകയാണ് സുരേഷൻ്റെയും സുന്ദരം പ്രണയകഥ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് വിജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചായക്കട കയറി കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചായ ഇഷ്ടപ്പെടാതിരിക്കാം. അതാണ് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാരണം പലർക്കും ഒരു ദഹനം അല്ലെങ്കിൽ ഒരു ദഹനത്തിൻ്റെ കുറവുള്ള പോലെ ആയിരിക്കും ചിലർക്ക് തോന്നുന്നുണ്ടാവുക. ദഹിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇതിൻ്റെ കാഴ്ചപ്പാടും പല ഡയലോഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അതൊരു പരിധി വരും പ്രശ്നം പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ അതിക്ക് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നതും ഒരു കിളിപ്പറത്തിയുള്ള ക്ലൈമാക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഓൾറെഡി അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് ഒരു കോമഡി ഉണ്ടായിരുന്നു. ഒരു പെണ്ണും ചെക്കനും ട്രെയിൻ ചാടാൻ ചെല്ലുമ്പോൾ പെണ്ണ് പറയുന്നുണ്ട് ആദ്യം ഞാൻ 1 2 3 പറഞ്ഞ ശേഷം മാത്രം ചാടിയാൽ മതിയെന്ന്. അതുപോലെ തന്നെയാണ് 1 2 3 പറഞ്ഞ ചെക്കൻ ചാടി പെണ്ണ് ചാടിയില്ല, അതായിരുന്നു അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥ ഏതെന്തായാലും ഞാൻ കൂടുതൽ സ്പോയിലറാക്കുന്നില്ല. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക്. അപ്പോൾ ആ ഭാഗമൊക്കെ ഉൾക്കൊള്ളിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ചാക്കോബൻ എന്ന് പറയുന്ന വ്യക്തി 1-2 സീൻസിലുള്ളൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ഡയലോഗുകൾ ഒരു 3 മിനിറ്റോ ഏറി വന്ന ഒരു 5 മിനിറ്റിലാണ് കുഞ്ചാക്കോബൻ ചിത്രത്തിലുള്ളൂ. കാരണം വ്യക്തമായിട്ട് കൂടുതലും ചെയ്യാനില്ല. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇടയ്ക്ക് ഒരു ഇൻട്രോയിന് മുമ്പ് ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴുള്ള സീൻസിനാണ് ഈ വ്യക്തിക്ക് 3 4 സീൻസ് കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും തന്നെ ചിത്രം പണം തുടങ്ങുമ്പോൾ തന്നെ കുഞ്ചാക്കോബൻ ഈ ചിത്രത്തിൻ്റെ ഐശ്വര്യം എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലകൃഷ്ണ പുതുമ്പോൾ നിയമപരമായ മുന്നറിയിപ്പ് സൂക്ഷിക്കുക എന്നും പറയുന്നുണ്ട്. അതെന്തായാലും വളരെ രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. കാരണം ആ ടൈറ്റിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം 2 ഷെഡ്യൂളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഒരു എല്ലയും ഒരു എന്താ പറയുക പിങ്കും പോലത്തെ കളറിലാണ് ഈ ടൈറ്റിൽ 3 മാറി പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് തന്നെ വ്യക്തമാണ് 3 കാലഘട്ടമായിട്ടാണ് പറഞ്ഞു പോകുന്നതെന്നൊക്കെ വ്യക്തം തന്നെയാണ്. കാരണം നമുക്ക് മനസ്സിലാവും, ചിത്രം കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ സിമ്പിൾ തുടക്കം തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. ഇതിന് സ്റ്റാർട്ടിങ് തന്നെ ഒരു മരണ വീടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നാട് വിട്ടുപോയ ഒരു കഥാനായകൻ വരുന്നു, സുരേഷൻ. അപ്പോൾ സുരേഷൻ തിരിച്ചു വരുമ്പോൾ ഒരു മുത്തശ്ശി മരിച്ചിട്ട് കാണാൻ വേണ്ടി വരുന്നതാണ്. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇവൻ നാട് വിട്ട് പോയത്, മുത്തശ്ശിയുടെ കമ്മലോടെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കോമഡികൾ ഒരുപാട് ഭാഗത്ത് ചിരിപ്പിച്ചു വിട്ടത്. കാരണം എന്നെ ചിരിപ്പിച്ച ഒരുപാട് കോമഡി ചിത്രത്തിലുണ്ട്. എടുത്ത് പറയുന്ന സുധീഷ് എന്ന് പറയുന്ന ഒരു അച്ഛൻ, കുറച്ച് ഏജിയുടെ കഥാപാത്രം ആ വ്യക്തി ചെയ്യുന്നുണ്ട്. ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. സുധീഷിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം ഒരുപാട് ചിരിപ്പിക്കാനുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. കാരണം സുരേഷൻ ഫസ്റ്റ് സുമതിയുടെ വീട്ടിൽ പോകുമ്പോൾ സീനുണ്ട്, ഒരു അണ്ടിത്തോട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ സീനൊക്കെ ഒരുപാട് ചിരിപ്പിച്ചു. അവിടെ പോയിരിക്കുന്നത് അപ്പോൾ തിരിച്ചടയ്ക്കുക ഫസ്റ്റ് ഇന്നല്ലേ
മറ്റേ പറങ്ങേണ്ടി വന്ന് അടിച്ചെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ചിരിപ്പിച്ചു. ഇപ്പോൾ ജിങ്കിൾ വൺ ആ പാട്ടൊക്കെ ഉണ്ട് ഒരു കാറിനുള്ളിൽ വെച്ചിട്ട്. ഒരു രക്ഷ ആ വ്യക്തി കിടലമായിട്ട് ഞെട്ടിച്ചു. അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയ റോൾ വരുമ്പോഴും അതും വ്യക്തമായി തന്നെ ചെറുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രം എടുത്ത് പറയേണ്ട പോസിറ്റീവായി എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ ഒരു വ്യക്തത അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചിത്രത്തിലുണ്ടെങ്കിൽ പോലും ഇന്നൊരു കഥാപാത്രം വേണ്ടതിൽ മിസ് മാച്ചിങ് ആയി തോന്നി അല്ലെങ്കിൽ ഈ വേണ്ടതിലുള്ള തോന്നൽ ഇല്ല. കാരണം ഈ ഓരോ കഥാപാത്രങ്ങൾ, അതായത് 50-60 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കഥാപാത്രങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്പേസ് കൊടുത്തതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് പ്ലസ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കഥാപാത്രം തന്നെയാണ്. മികച്ച പ്രകടനം തന്നെ ഓരോ വ്യക്തികളും കാഴ്ചവെച്ചു. രണ്ടാമത്തെ പോസിറ്റീവിലേക്ക് പറയുമ്പോൾ എനിക്ക് പറഞ്ഞ കോമഡി സീൻസാണ്. കോമഡി സീൻസൊക്കെ ഏകദേശം ഒരു 50% വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വസ്ത്രാലങ്കാരം, അതൊരു പഴയ കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ഇതിൽ സുരേഷിൻ്റെ ഇൻട്രോ സീൻസിൽ കാണിക്കുന്നുണ്ട് ഒരു പാൻറ്റും ഒരു മരത്തിൻ്റെ വള്ളിയൊക്കെ വരച്ചിട്ട് ഷർട്ടിൻ്റെ മുകളിലേക്ക് എത്തിയത് പടന്ന് പന്തലിച്ചിട്ടുള്ളത്. ആ കോസ്റ്റ്യൂംസ് ആണെങ്കിലും പഴയൊരു കാലഘട്ടമാണെങ്കിൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ആണെങ്കിലും എല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. നെഗറ്റീവിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നെഗറ്റീവിലോട്ട് കടക്കുമ്പോൾ എനിക്ക് പറഞ്ഞത് തിരക്കഥയാണ്. തിരക്കഥ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ചായക്കട കയറി പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ചായ ഇഷ്ടപ്പെടുന്നില്ല, ചിലർക്ക് കാപ്പി ചെയ്യാൻ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആ ചായക്കട പ്രശ്നമായിരിക്കാം. അതൊക്കെ അതായത് പലർക്കും പല ടേസ്റ്റാണ്. ഈ ചിത്രം ഒരിക്കലും പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ പോസിറ്റീവായി തോന്നിയേക്കാം, നെഗറ്റീവായി തോന്നിയേക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ ലെങ്ത് ആയിരുന്നു. കാരണം ഭയങ്കര ഡ്യൂറേഷൻ പോലെ തോന്നി. കാരണം ഒന്നും ഇല്ല, ഈ ചെറിയൊരു സിമ്പിളായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്, പല പല കാര്യങ്ങളും. പിന്നീട് സുരേഷിന് വേണ്ടിയിട്ട് കുറച്ച് നാടകം കാര്യങ്ങളൊക്കെയാണ് ഈ ഏകദേശം തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നാടകത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഭാഗങ്ങളും അതെങ്ങനെയാണ് പെൺകുട്ടിയെ വളയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ആ ട്രെയിനിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കണ്ട് മറന്നിട്ടുള്ളെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ നെഗറ്റീവ് മറികടക്കുന്നത് പക്ഷേ ക്ലൈമേഴ്സ് സാധിച്ചേക്കാം. ആ ക്ലൈമേഴ്സ് ട്വിസ്റ്റും ആ പാട്ടും നമുക്ക് എന്നാത്താൻ കേസുകൾ നമ്മൾ കേട്ട് വളർന്നവരാണ്. അതുപോലെ തന്നെ ചിത്രം കണ്ടുള്ള വ്യക്തികളാണെങ്കിലും എന്തുകൊണ്ടാണ് ആ പാട്ട് കൊടുത്തതെന്ന് കണ്ടിട്ടാൻ ഭയങ്കര സാധിക്കും. പിന്നെ ഒരു നാടൻ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ പ്ലേസ്മെൻറ്റ് പാട്ടുകൾ ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആവശ്യമില്ലാ സ്ഥലത്ത് കുറേ പാട്ടുകൾ കൊടുത്തു വെച്ചെന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് വലിയ ഇമ്പ്രസീവായി തോന്നിയില്ല. കാരണം അറിയില്ല, ആ പാട്ടുകൾ ഒട്ടും തന്നെ എനിക്കൊരു ആക്റ്റീവ് മൂഡും ഒന്നും തന്നെ സമ്മാനിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നെഗറ്റീവായിട്ട് എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചായക്കട കയറി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ അല്ലെങ്കിൽ ദഹിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ചത് തന്നെയാണ്. എനിക്കൊരു ഏവറേജ് അനുഭവം മാറ്റാൻ ചിത്രം തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.